മതപരമായ കാര്യങ്ങൾ ഓർത്ത് നീ എന്തിനാ ഇങ്ങനെ വേവലാതിപ്പെടുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെയല്ല ബാപ്പു, കുറേയേറെ സംശയങ്ങൾ എനിക്ക് ചിലതൊക്കെ അറിയണമെന്ന് തോന്നുന്നു. അതൊക്കെ നീ സ്വയം അറിഞ്ഞോളൂ. അതിന് സമയമാവുമ്പോൾ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പം നിന്റെ കർത്തവ്യം, കടമ. അതിൽ മാത്രം ശ്രദ്ധിക്കുക. എനിക്ക് മടുത്തു ആ മഹാനഗരം. വല്ലാത്തൊരു ഒറ്റപ്പെടല അവിടെ. അന്നേ ഞാൻ പറഞ്ഞതാ പഠിത്തമൊക്കെ അവസാനിപ്പിച്ച് ഇവിടെ ഒരു ക്ലിനിക്കിലെങ്ങാനും കൂടിക്കൊള്ളാമെന്ന്, ഒരു സാധാ ഡോക്ടറായിട്ട്. അപ്പോൾ സമ്മതിക്കണ്ടേ രണ്ടാളും? MD സ്പെഷ്യലൈസേഷൻ. എന്നിട്ടോ ഞാൻ ഇനി അവിടെ ഇല്ല ബാപ്പു. എന്തൊക്കെയാ ഈ കുട്ടി ചിന്തിച്ചു കൂട്ടുന്നത്? നിന്റെ ഈ മാറ്റം എനിക്ക് തീരെ മനസ്സിലാവാത്ത. കളിയില്ല, ചിരിയില്ല. എവിടെ പോയി കണ്ണാ നിന്റെ ആ പഴയ സന്തോഷമൊക്കെ? നീ പഠിപ്പൊക്കെ തീർന്ന് മടങ്ങി വരുന്നതും കാത്തിരിക്കുക ഞങ്ങള്. നേര് പറഞ്ഞ ആ കാത്തിരിപ്പ് തന്നെയാ ഞങ്ങളുടെ ജീവിതം. ജാവേദ്, വൈദ്യവൃത്തി വെറും ഒരു തൊഴിലായിട്ട് കാണരുത്. മഹത്തായ ഒരു സാമൂഹ്യ സേവനമാണ്. മനുഷ്യനെ സ്നേഹിക്കാൻ ദൈവം തന്നൊരവസരം. അത് ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാ ദൈവത്തോടുള്ള കടമ നമ്മൾ നിറവേറ്റേണ്ടത്. മാമന്റെ കൂടെ നമുക്ക് ടാറ്റ പോവാമോ? പാർവതി ചേച്ചി വീട്ടിലില്ലേ? അമ്മ വീട്ടിലുണ്ട്. 2 ദിവസമായി കണ്ടിട്ട്. അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ക്ഷീണമാണല്ലോ കുട്ടി നിനക്ക്. റെസിഡൻസ് അഡ്രസ്സും ഇതിലുണ്ട്. നിങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരം. ആ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്താ. അറിയാം. വാ മക്കളെ. എന്നാ മടങ്ങുന്നേ? നാളെ പോണം. ഞങ്ങളിനിപ്പോ 2 ദിവസം കൂടെ കഴിഞ്ഞ് പോവുള്ളൂ. വ്യാഴാഴ്ച അല്ലേ നന്ദേട്ടാ? അതിനിവര് വല്ലപ്പോഴും കൂടിയല്ലേ വരുന്നത്. ശരി, സമയം കിട്ടുമ്പോ അങ്ങോട്ടൊന്ന് ഇറങ്ങാൻ നോക്ക്. ശരി, ഇറങ്ങാൻ ചേട്ടാ. ആകെ മാറിപ്പോയിരിക്കുന്നു. പഴയ ആളെ അല്ല. എന്താ ഒരു ഗൗരവം? ഒരുപാടൊക്കെ പറയാൻ കരുതിയതാ ഞാൻ. പക്ഷേ ഒന്നും അങ്ങോട്ട് പഴയ പോലെ സ്വാതന്ത്ര്യത്തോടെ അങ്ങോട്ട് ഇടപെടാൻ പറ്റുന്നില്ല. എന്തോ ഒരു ഇന്ന് ഒരുപാട് നേരം ഉണ്ടായിരുന്നു നമ്മൾ ഒരുമിച്ച്, കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും. പിന്നാലെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ മനസ്സിൽ വെറുതെ ചിന്തിച്ചു എന്നോട് എന്തെങ്കിലും ചോദിക്കൂന്ന്. എന്നിട്ടോ മീര, ഞാൻ നീ കരുതുന്നത് പോലെ. വേണ്ട, ഒന്നും പറയണ്ട. തെറ്റായിട്ടൊന്നും കരുതിയിട്ടില്ല ഞാൻ. എനിക്കറിയാം പഠിക്കാനൊക്കെ ഒരുപാടുണ്ടാകും. അതിന്റെ ടെൻഷനും അതിനിടയില് മീര, അത് എനിക്ക് പരാതിയില്ല. മറക്കാതിരുന്നാ മാത്രം മതി. കാത്തിരിക്കാൻ ഞാൻ എത്ര കാലം വേണമെങ്കിലും. നീ കുറേ ദിവസമായല്ലോ എന്നെ മുങ്ങി നടക്കാൻ തുടങ്ങിയിട്ട്. ഇന്നെന്തായാലും കൈയോടെ പിടികിട്ടി. മഹാഭാഗ്യം. ശരിക്കും നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ജാവേദ്. നീ ഇപ്പോൾ കോളേജിൽ പോലും റെഗുലറായി വരാറില്ല. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെൻസ്ഡേ നീ വീട്ടിലേക്ക് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു.
എന്നിട്ടെന്താ ഞാൻ വന്നപ്പോഴേക്കും നീ കടന്നു കളഞ്ഞില്ലേ? ആ, ഇക്കയായിട്ട് എന്തോ തിരക്കിട്ട ചർച്ചയിലായിരുന്നു ഉമ്മ പറഞ്ഞു. എന്തായിരുന്നു ഒരു രഹസ്യം? നമ്മുടെ കല്യാണക്കാര്യം വല്ലതും ആയിരുന്നോ? ദിയ, നീ വിചാരിക്കും പോലെ അല്ല എൻ്റെ സിറ്റുവേഷൻ. ഞാനത് പലപ്പോഴും നിന്നോട് പറയാൻ ശ്രമിച്ചതാ. പക്ഷെ നീ... നോ ജാവേദ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ മനസ്സ്. ദേഷ്യം പിടിക്കണ്ട നീ. ഞാനിതാ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് നിന്നോട് പറയാനേ വരില്ല ഞാൻ. എല്ലാം നീ തീരുമാനിക്കും പോലെ, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച്. ദിയ, ഹേയ് ഹായ്. ജാവേദ്, ഇതാ ഞാൻ പറയാറില്ല സാക്ഷി. ന്യൂ ഇന്ത്യ ചാനൽ വർക്ക് ചെയ്യുക. നീ എന്താ ഇവിടെ വല്ല കുഴപ്പമൊപ്പിക്കാൻ വന്നതാണോ? നിന്നെ കാണാൻ തന്നെ വന്നതാ. നീ ഇങ്ങി വന്നേ, ഒരു കാര്യമുണ്ട്. ജാവേദ്, ഞാൻ ഇപ്പൊ വരാം. വാ. വാ, കേറ്. ജാവേദ്, ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. തന്നെക്കുറിച്ച് ചിലതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അത്ര സന്തോഷകരമല്ലാത്ത കാര്യങ്ങൾ. ഐ നോ യു ആർ എ വെരി ഇൻ്റലിജൻറ്റ് ബോയ്. പക്ഷേ താൻ തിരഞ്ഞെടുത്ത വഴി തെറ്റായിപ്പോയി. വെരി ഡേഞ്ചറസ്. തന്നെപ്പോലെ ഇത്രയും ചിന്താശേഷിയുള്ള ഒരാൾ ഇങ്ങനൊരു ദൂഷിത വലയത്തിൽ പെടുകയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് അൺബിലീവബിൾ. സർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മതവിശ്വാസം വളരെ സ്വകാര്യമായ ഒന്നാണ് കുട്ടി. അതിനും മീതെയാണ് മനുഷ്യൻ എന്ന വികാരം. ലുക്ക് പ്രൊഫസർ ജലാൽ ഹലി, താങ്കൾ ഒരു വലിയ പണ്ഡിതനാണ്, ഫിലോസഫറാണ്. ആ നിലയ്ക്ക് ഞാൻ താങ്കളെ ബഹുമാനിക്കും. ബട്ട് ഡോണ്ട് ആക്ട് അബൌട്ട് മൈ ബ്രെയിൻ. എൻ്റെ ചിന്താശക്തിയെ ചോദ്യം ചെയ്യരുത്. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ആരിടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ജാവേദ്, ന്യൂ ഇന്ത്യ ചാനലുകാർ പുറത്താക്കിയ പിന്നെ ഒരുത്തന്റെ പിന്നാലെ പോകണ്ടെന്ന് തീരുമാനിച്ചു. ഇപ്പൊ ശൂന്യതല്ല, ഫ്രീ ലൈക്ക് എ ബർഡ്. ചാനലിലെ പുലിക്കുട്ടിക്ക് ഇപ്പൊ പണിയൊന്നും ഇല്ലെന്ന് ചുരുക്കം. അതിന് വെച്ച വെള്ളം ഒന്ന് വാങ്ങി വെച്ചേക്ക് മോളെ. തലയിൽ ആൾതാമസം ഉണ്ടെങ്കിൽ പിന്നെ പണിക്കൊന്നും ഒരു മുട്ടും വരില്ല. കേട്ടിട്ടില്ലേ, എ മാൻ ക്യാൻ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് നോട്ട് ബി ഡിഫീറ്റഡ്. ഹെമിംഗ്വേ പറഞ്ഞതാ. നിങ്ങൾക്ക് ഒരാളെ നശിപ്പിക്കാൻ പറ്റും, തോൽപ്പിക്കാനാവില്ല. അങ്ങനെ തോറ്റു കൊടുക്കാനും മനസ്സില്ല എനിക്ക്. നീ ഒരു പ്രതിഭാസം തന്നെ മോളെ. എന്താ നിന്റെ പുതിയ പരിപാടി? ഒരു പ്രോഗ്രാം, സെൻസേഷണൽ ഇഷ്യൂ ബട്ട് വെരി ഡേഞ്ചറസ്. ഇസ്ലാം തീവ്രവാദോ വിഷയം. ഇവിടെ നടന്ന സ്ഫോടനത്തിന്റെ വെളിച്ചത്തിൽ ഒരു അന്വേഷണം. ഗ്ലോബൽ വിഷൻ TV പ്രോഗ്രാം ചെയ്യാൻ ഏറ്റിട്ടുള്ളത്. ന്യൂസ് എഡിറ്റർ എനിക്ക് എല്ലാവിധ സപ്പോർട്ടും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിന്റെ കരിയറിൽ ഒരു ബ്രേക്ക് ത്രൂ ആവണം ഈ പ്രോഗ്രാം. അതെ, പറയുന്ന കാര്യങ്ങൾ ഫാക്ച്വൽ ആകണം. എ റിയൽ ഡോക്യുമെന്റേഷൻ ഓഫ് ദി റിയാലിറ്റി. അതെ, കാര്യങ്ങളൊക്കെ ഒത്തുവന്നാ നിന്റെ ഒരു ഹെൽപ്പ് വേണ്ടിവരും എനിക്ക്. എന്താ, പേടിയുണ്ടോ നിനക്ക്? പേടിയോ? അതെന്റെ ബ്ലഡിലില്ലല്ലോ മോളെ. ഝാൻസിക്ക് റാണിയല്ലേ.